ഹായ് ഫ്രണ്ട്സ്, ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. RC ബുക്കും ഡ്രൈവിംഗ് ലൈസൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ധാരാളം ഓൺലൈൻ അപേക്ഷകൾ അയക്കാറുണ്ട്. അപേക്ഷ അയച്ചു കഴിഞ്ഞ് നമ്മൾ പലരും തൽക്കാലത്തേക്ക് അത് മറക്കുകയും പിന്നീട് ആവശ്യം വരുമ്പോൾ അന്വേഷിക്കുകയാണ് പതിവ്. നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അത്തരം അപേക്ഷകൾ പരിവാഹൻ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാമെന്നും അതേപോലെ അത് പെൻഡിങ് ആണോ റിജക്ഷൻ ആണോ എന്നൊക്കെ എങ്ങനെ നോക്കാമെന്നും അഥവാ പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ ആവശ്യമായ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് അത് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് റീസബ്മിറ്റ് ചെയ്യാം എന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളിവിടെ നോക്കുന്നത്. ഇതിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ, അഡ്രസ് ചേഞ്ച്, ഫോട്ടോ ചേഞ്ച്, പർട്ടിക്കുലേഴ്സ്, അതേപോലെ റീപ്ലേസ്മെന്റ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവയൊക്കെ നമുക്ക് ഓൺലൈനായി ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ RC ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഓണർഷിപ്പ് ചേഞ്ച്, അഡ്രസ് ചേഞ്ച്, അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് RC, ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസലേഷൻ തുടങ്ങിയ സേവനങ്ങളൊക്കെ നമുക്ക് RC ബുക്കുമായിട്ടും ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരം സേവനങ്ങളെക്കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. അതിന്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി നമുക്ക് ആദ്യം സാരഥി പരിവാഹൻ വെബ്സൈറ്റ് വഴി ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയാൽ അല്ലെങ്കിൽ പെൻഡിങ് ആയാൽ എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ റീസബ്മിറ്റ് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം മോസില ഫയർഫോക്സ് ഓപ്പൺ ചെയ്ത് ഗൂഗിൾ എടുത്ത ശേഷം പരിവാഹൻ.gov.in എന്ന വെബ്സൈറ്റ് വഴി സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. നിങ്ങൾ മൊബൈൽ വഴിയാണ് സൈറ്റിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ മൊബൈലിൻ്റെ വലത് സൈഡിൽ മുകളിലുള്ള 3 ഡോട്ട്സിൽ പ്രസ് ചെയ്തതിന് ശേഷം തൊട്ട് താഴോട്ട് വന്ന് ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ്, വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം മുകളിൽ രണ്ടാമതായി കാണുന്ന ഓൺലൈൻ സർവീസിൽ പ്രസ് ചെയ്തതിനു ശേഷം തൊട്ട് താഴെ രണ്ടാമതായി കാണുന്ന ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാം. അതിനുശേഷം മുകളിൽ വലതുഭാഗത്തായി കാണുന്ന അപ്ലോഡ് ഡോക്യുമെൻറ്റ്സിന് തൊട്ട് താഴെ അപ്ലോഡ് ഡോക്യുമെൻറ്റ് സ്കാൻഡ് ഇമേജ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്താണ് പിന്നീട് മുന്നോട്ട് പോകേണ്ടത്. താഴെയായി കംപ്ലീറ്റ് യുവർ പെൻഡിങ് ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് കാണാം. അതുവഴിയും പ്രവേശിക്കാവുന്നതാണ്. കൂടാതെ ചെക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ലിങ്കും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നമ്മളുടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കുവാനും സാധിക്കുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന പേജിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടുന്നത്. ആപ്ലിക്കേഷൻ നമ്പർ നേരത്തെ നമ്മുടെ കൈവശമുണ്ടാകും, അതല്ലെങ്കിൽ SMS ആയിട്ടൊക്കെ നമ്മുടെ മൊബൈലിൽ വന്നിട്ടുമുണ്ടാകും. അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം ഇങ്ങനെ ഒരു പേജിൽ എത്തിച്ചേരുകയും ഇവിടെ നേരത്തെ കൊടുത്ത ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണിക്കുകയും ഡേറ്റ് ഉൾപ്പെടെ കാണിക്കുകയും ചെയ്യും. അവിടെ ടിക്ക് മാർക്ക് കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവലിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണ്. ഡ്രൈവിംഗ് ലൈസൻസ് അഡ്രസ് ചേഞ്ച്, ഫോട്ടോ ചേഞ്ച്, റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് പർട്ടിക്കുലേഴ്സ് തുടങ്ങിയവയൊക്കെ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം തൊട്ടടുത്ത പേജിലേക്ക് പ്രവേശിച്ചാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു ഷുഡ് അപ്ലോഡ് സെൽഫ് സൈൻഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. തൊട്ട് താഴെ ഡ്രൈവിംഗ് ലൈസൻസിന് നേർക്കുള്ളത് സെൽഫ് അറ്റസ്റ്റേഷൻ എന്നവിടെ കാണിച്ചിരിക്കുന്നതും കാണാം. ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഐ സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയൊക്കെ വെരിഫൈ ചെയ്തിട്ടുള്ളതും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതും നമുക്ക് കാണാനും സാധിക്കുന്നതാണ്. ഇനിയിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ അവർ അനുവദിച്ചു തരികയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുകളിലുള്ള ലിങ്ക് വഴി ബ്രൗസ് ചെയ്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസ് 200 KB താഴെയുള്ള PDF JPEG ഫോർമാറ്റിലോ ഉള്ളത് അവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ബ്രൗസിൽ പ്രസ് ചെയ്ത് സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി അവിടേക്ക് അപ്ലോഡ് ചെയ്ത് പിന്നീട് കൺഫേം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഓൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്നവിടെ എഴുതി കാണിക്കുന്നതും കാണാം. തൊട്ട് താഴെ നമ്മൾ പെൻഡിങ്ങിൽ നേരത്തെ റെഡ് ലിങ്കിൽ ഒരു അക്ഷരത്തിൽ എഴുതി കാണിച്ചിരുന്നത് സ്ഥാനത്ത് അവിടെ സേവ്ഡ് എന്ന് കാണിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് നെക്സ്റ്റ് കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റീ അപ്ലോഡഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് അവിടെ കാണിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ അണ്ടർ പ്രോസസ് അറ്റ് RTO ലെവൽ എന്ന് കാണിക്കുന്നതും കാണാം. ഇതിൽ നിന്നും നമ്മളുടെ പെൻഡിങ് ആയി കിടന്ന ആപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് റീ അപ്ലോഡ് ചെയ്ത് സക്സസ്ഫുള്ളായി സബ്മിറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാം. പിന്നീട് നമുക്ക് അപ്രൂവ് ചെയ്യുന്ന മുറയ്ക്ക് ലൈസൻസ് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ആയതുകൊണ്ട് അത് അനുവദിച്ച് കിട്ടുകയും ചെയ്യും.
അടുത്തതായി നമ്മൾ നോക്കുന്നത് RC ബുക്ക് അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ അപേക്ഷ പരിവാഹൻ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുമ്പോൾ റിജക്റ്റ് ആവുകയോ പെൻഡിങ്ങിലാവുകയോ ചെയ്താൽ അവ എങ്ങനെ പരിഹരിക്കാമെന്നും അതേപോലെ എങ്ങനെ റീസബ്മിറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആക്കാമെന്നുമാണ് നോക്കുന്നത്. ഇതിനായി പരിവാഹൻ.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം മുകളിൽ കാണുന്ന ഓൺലൈൻ സർവീസിന് തൊട്ട് താഴെ കാണുന്ന വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. അതിനുശേഷം സ്റ്റേറ്റ് കേരളം തിരഞ്ഞെടുത്തതിന് ശേഷം ലഭിക്കുന്ന ലിങ്കിൽ ആദ്യം വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വെഹിക്കിൾ രജിസ്ട്രേഷൻ പ്രസ് ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ നമ്പർ ഗ്യാപ്പൊന്നുമില്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. RC ബുക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചേഞ്ച് ഓഫ് അഡ്രസ് ഇൻ RC, അതുപോലെ ഹൈപ്പോത്തിക്കേഷൻ, അഡീഷൻ ആൻഡ് ക്യാൻസലേഷൻ, പിന്നീട് ഡ്യൂപ്ലിക്കേറ്റ് RC, NOC, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് തുടങ്ങിയവയായിട്ടൊക്കെ ബന്ധപ്പെട്ട സർവീസുകൾ ഫേസ്ലെസ്സായി, അതായത് RTO ഓഫീസിൽ പോകാതെ ഡോക്യുമെൻറ്റ്സ് ഒന്നും അയച്ചു കൊടുക്കാതെ തന്നെ നമുക്ക് ഓൺലൈനായി ചെയ്യാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ചാനലിൽ ലഭ്യവുമാണ്. അത് ക്ലോസ് ചെയ്തതിന് ശേഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ സ്റ്റാറ്റസ് എന്നുള്ളൊരു ലിങ്ക് നമുക്ക് കാണാം. അവിടെ ന്യൂ യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നും ഉണ്ടാകും. അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. അതിനുശേഷം ലഭിക്കുന്ന പേജിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അയച്ചിട്ട് കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ അപേക്ഷ നമ്പർ നമ്മുടെ കൈവശമുണ്ടാകും. ഒന്നുകിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ രണ്ടിലൊന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെയുള്ള ക്യാപ്ച കോഡ് എന്താണോ കിടക്കുന്നത് അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. അതിനുശേഷം ലഭിക്കുന്ന പേജിൽ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് ആധാർ OTP ബേസ് ചെയ്തുകൊണ്ട് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത ആപ്ലിക്കേഷനാണ്. ഇവിടെ മൂന്നാമത്തെ ലിങ്കിൽ കാണിച്ചിരിക്കുന്നത് പെൻഡിങ് അറ്റ് RTO ലെവൽ എന്നാണ്. ഇവിടെ RC ബുക്കിൻ്റെ ഒറിജിനൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷോ ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്താൽ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്കവിടെ മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ ഷോ ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്താൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നോട്ട് അപ്ലോഡഡ് എന്ന് അവിടെ വെരിഫിക്കേഷൻ റിപ്പോർട്ട് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അതിനുശേഷം ആ പേജിൻ്റെ തന്നെ തൊട്ട് മുകളിലോട്ട് പോയി നേരത്തെ കൊടുത്തതുപോലെ സ്റ്റാറ്റസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ആഡ് പെൻഡിങ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സിന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ അപ്ലോഡ് പെൻഡിങ് ഡോക്യുമെൻറ്റ്സ് എന്ന് കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ടുന്നത് പെൻഡിങ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട്. അതിനുശേഷം ലഭിക്കുന്ന പേജിൽ ആദ്യം വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം ചേസിസ് നമ്പറിൻ്റെ അവസാനത്തെ 5 ഡിജിറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ കൈവശമുണ്ടാകും, അതല്ലെങ്കിൽ SMS ആയി മൊബൈലിൽ വന്നിട്ടുമുണ്ടാകും. അതിനുശേഷം വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. അങ്ങനെ വെരിഫൈയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ വാഹന ഉടമസ്ഥൻ്റെ മൊബൈൽ നമ്പർ അവിടെ വരുന്നതും അതിന് തൊട്ട് നിൽക്കുക കാണുന്ന ജനറേറ്റ് OTP എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ വാഹന RC ഉടമസ്ഥൻ്റെ മൊബൈലിലേക്ക് OTP പോകുന്നതും ആ OTP തൊട്ട് വലത് സൈഡിൽ എൻ്റർ OTP എന്നുള്ളിടത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടുന്നത്. അങ്ങനെ OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തുടർന്ന് ലഭിക്കുന്ന പേജിൽ വാഹന ഉടമസ്ഥൻ്റെ പേര് കാണിക്കുന്നതും ആപ്ലിക്കേഷൻ നമ്പരും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ഡേറ്റും ഒക്കെ അവിടെ കാണിക്കുന്നതാണ്. അപ്ലൈഡ് ആപ്ലിക്കേഷൻ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. തൊട്ട് താഴോട്ട് വന്നിട്ട് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നൊരു ലിങ്ക് അവിടെ കാണാം. ആ ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. അതിനുശേഷം കണ്ടീഷൻസ് വരുന്നതും അത് എഗ്രി ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ലഭിക്കുന്ന പേജിൽ നമ്മൾ നേരത്തെ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ കാണിക്കുന്നതും വ്യൂ ഡോക്യുമെൻറ്റ്സിൽ പ്രസ് ചെയ്താൽ കണ്ണിൻ്റെ പടത്തിൽ പ്രസ് ചെയ്താൽ നേരത്തെ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് അവിടെ കാണിക്കുന്നതും തൊട്ട് താഴോട്ട് ഇനി നിങ്ങൾക്ക് പെൻഡിങ്ങിലുള്ള ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചൂസിൽ പ്രസ് ചെയ്ത് പെൻഡിങ് ആയ ഫയൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്ത് പ്രൊസീഡ് ഫർദറിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ട ഫയൽ 200 KB താഴെയുള്ള JPG അല്ലെങ്കിൽ PDF ഫോർമാറ്റിലുള്ള ഫയലാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. തുടർന്ന് നമ്മൾ ബാക്ക് വന്ന് ഇങ്ങനൊരു പേജിൽ വരിക. ഇവിടെ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. അങ്ങനെ ഫൈനൽ സബ്മിറ്റ് കൊടുത്താൽ ഡോക്യുമെൻറ്റ് അപ്ലോഡഡ് എന്ന് അവിടെ എഴുതി കാണിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുവാനും കൂടാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.